ചിക്കൻ കടായിയുടെ ഒരു റെസിപ്പി ആയാലോ, ഇതൊരു മസ്റ്റ് ട്രൈ ഐറ്റമാണ് കേട്ടോ. ക്ലീൻ ചെയ്ത് വെച്ച ചിക്കനിലോട്ട് കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മസാല പുരട്ടിയേക്കാം. ഇനി ഇത് നമുക്ക് ചൂടായ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഓവർ ക്രിസ്പി ആവാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അത്യാവശ്യം നല്ല രീതിക്ക് ഫ്രൈ ആകും വേണം. അങ്ങനെ ചിക്കൻ മൊത്തത്തിലൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി അതൊരു ഭാഗത്തേക്ക് മാറ്റി വെക്കാം. ഇനി ഈ ഒരു ഓയിലിലോട്ട് തന്നെ സവാള ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 5 സവാള എടുത്തിട്ടുണ്ട്. ഇത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോഴാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ് കറക്റ്റ് കിട്ടുള്ളൂ. ഇനി ഇതിലേക്കൊരു 4 തക്കാളി കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്താൽ പെട്ടെന്ന് വഴറ്റിയെടുത്തോളും. ഇനി ഇതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇത് നല്ലതുപോലെ ഒന്ന് അരച്ച് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് ചേർന്ന് വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് അടച്ചു വെച്ചിട്ട് വീണ്ടും ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ടായിരുന്നു. എല്ലാം അത്യാവശ്യം നല്ല രീതിക്ക് വഴന്ന സ്ഥിതിക്ക് ഇനി ഇതിലേക്ക് മസാല ഐറ്റംസ് ചേർത്ത് കൊടുക്കാം. ചിക്കൻ മസാല, മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇതെല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് കുരുമുളക് പൊടിയുടെ ടേസ്റ്റ് എനിക്ക് അത്യാവശ്യം ഇഷ്ടമുള്ളതുകൊണ്ട് ഞാൻ കുറച്ചധികം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഇനി ഒരു 2 സ്പൂൺ സോയാ സോസ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ചധികം തന്നെ ഇതിലേക്ക് ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കാം. അപ്പോഴാണ് ഇതിൻ്റെ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കുറച്ച് ഗരം മസാല കൂടെ ചേർക്കണം. അത് ഞാൻ വീഡിയോയിൽ വിട്ടുപോയിട്ടുണ്ട്. പിന്നെ ഇനി ഇതിലേക്ക് മല്ലിച്ചപ്പും കൂടെ ചേർത്ത് അത്യാവശ്യം ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് നല്ല രീതിക്കൊന്ന് തിളച്ച് മസാലയൊക്കെ നല്ല രീതിയിലൊന്ന് കുക്ക് ചെയ്ത് മസാലയുടെ ഒരു പച്ചമണമൊക്കെ പോകുമ്പോൾ ഇനി നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ ഒന്ന് ഇളക്കി സെറ്റ് ചെയ്തെടുത്ത് നമ്മുടെ ചിക്കൻ കടായി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി കുറച്ച് മല്ലിച്ചപ്പും കൂടെ ഇതിൻ്റെ മുകളിൽ ഞാനൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചപ്പാത്തിക്കും പൊറോട്ടക്കും പിന്നെ നെയ്ച്ചോറിനും ബ്രെഡിനും ഒക്കെ ഒരു അടിപൊളി കോമ്പിനേഷനാണ് ഈ ഒരു ചിക്കൻ കടായി. താങ്ക്സ് ഫോർ വാച്ചിങ്.